MSM സന്ദേശപ്രചാരണം. ഇവിടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകകളാകണം എന്ന് പറയുമ്പോൾ അവരൊരു തരത്തിലും മാതൃകകളാകാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നു. നല്ല സുഹൃത്തുക്കൾ, വഴികാട്ടികൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥ കുട്ടിയെ ഭരിക്കുന്നു. അങ്ങനെ കുട്ടിയിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ അങ്ങേയറ്റം വ്യക്തി കേന്ദ്രീകൃതമാകുമ്പോൾ അവിടെ ദുരന്തങ്ങളും ആരംഭിക്കുന്നു. കാരണം വഴികാട്ടികളില്ല, മാതൃകകളില്ല എന്ന് മാത്രമല്ല, സുഹൃത്തുക്കൾ പ്രലോഭനങ്ങൾ വഴി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നേട്ടങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും എത്തിക്കുന്നു. ഇവിടെ നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെ കുടുംബങ്ങളിൽ മൂല്യവത്തായിട്ടുള്ള അംശങ്ങൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക. മാതാപിതാക്കളും അധ്യാപകരും ചേർന്നുകൊണ്ട് സംയുക്തമായിട്ടുള്ള ഒരു നീക്കത്തിലൂടെ കുട്ടികൾക്കിടയിൽ കൂടുതൽ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക. മനുഷ്യൻ ദൈവത്തിൻ്റെ സവിശേഷ സൃഷ്ടി. സൃഷ്ടിപ്പിൻ്റെ ആദിമ നാളിൽ തന്നെ പ്രപഞ്ചനാഥൻ മനുഷ്യനു മാത്രം നൽകിയ അറിവെന്ന അക്ഷയ ഖനി. മാനവിക ചരിത്രത്തിൽ സാക്ഷരതയുടെ സമ്പൂർണതയിലേക്കുള്ള അവൻ്റെ പ്രയാണം അത്യത്ഭുതകരം തന്നെയാണ്. ആദിമ കാലഘട്ടത്തിലെ അജ്ഞത തിരുത്താനുള്ള ശ്രമം മുതൽ ജ്ഞാനത്തിലൂടെ, സംസ്കാര പകർച്ചയിലൂടെ, അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അനിതര സാധാരണമായ കൈമാറ്റ സാധനയിലൂടെ ശിലകളിലും ശിഖരങ്ങളിലും കൊത്തിവെച്ച് ഗുരുകുല വ്യവസ്ഥയിലൂടെ കൈമാറ്റം ചെയ്ത് അക്ഷരങ്ങളും അക്കങ്ങളും കണ്ടും കേട്ടും നുകർന്ന് ഓത്തുപള്ളികളിൽ കൂടി ചോക്കും ബോർഡും ക്ലാസ് റൂമുകളും സംവിധാനിച്ച് വ്യവസ്ഥാപിതവും അത്ഭുതകരവുമായ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ സാങ്കേതിക തികവിൻ്റെയും മികവിൻ്റെയും അത്യാധുനിക പാഠങ്ങൾ തീർത്ത് യൂണിവേഴ്സിറ്റികളിലേക്കും ടെലികോൺഫറൻസിംഗ് മീഡിയകളിലേക്കും അറിവിൻ്റെ അനാവരണത്തിനായുള്ള ആധുനിക മനുഷ്യൻ്റെ സഞ്ചാരം അതിശയകരമാണ്. മുള്ളുകൊണ്ട് ഇലകളിലും കോർത്ത കല്ലുകൾ കൊണ്ട് മരപ്പലകകളിലും എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്ന മനുഷ്യനിൽ നിന്ന് ബഹിരാകാശത്ത് നടത്തുന്ന സ്ഫോടനങ്ങൾ വരെ ഭൂമിക്കടിയിലെ കേന്ദ്രത്തിലിരുന്ന് നിയന്ത്രിക്കാവുന്നതിലേക്കുള്ള അവൻ്റെ വളർച്ച, ആറ്റത്തെപ്പോലും വിഘടിച്ച് ഊർജ വിപ്ലവം സൃഷ്ടിച്ച അവൻ്റെ ബുദ്ധിശക്തി, അത്യാധുനിക ഉപകരണങ്ങളിലൂടെ ആതുര ശുശ്രൂഷാ രംഗത്ത് അത്യുന്നതി കൈവരിക്കാനുള്ള അവൻ്റെ സാമർഥ്യം. ഈ വളർച്ചയ്ക്കിടയിൽ ഒരു തിരിഞ്ഞ നോട്ടം അനിവാര്യമാകുമ്പോൾ നമുക്ക് മുന്നിലേക്ക് മിഴി തുറക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങളാണ്. മനസ്സിനെ വേദനിപ്പിക്കുന്ന, കണ്ണുകളെ ഈറനണിയിക്കുന്ന, ഹൃദയങ്ങളെ നടുക്കുന്ന, ഉറക്കവും സ്വസ്ഥതയും കെടുത്തുന്ന, ഹീനവും ക്രൂരവുമായ വാർത്തകൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് ലോകമിന്ന്. അതിന് മോഹസാക്ഷികളാകുന്ന നല്ല മനുഷ്യരുടെ ഹൃദയങ്ങളും. സൈബർ ലോകം. വൈജ്ഞാനിക രംഗത്ത് ലോകത്തിന് ഗതിവേഗം സമ്മാനിച്ച അറിവിൻ്റെയും അനുഭവങ്ങളുടെയും മായിക പ്രപഞ്ചം തുറന്നിട്ട കമ്പ്യൂട്ടറും ഇന്റർനെറ്റും, ബഹുനില കെട്ടിടത്തിൽ കൊള്ളാവുന്ന മുഴുവൻ പുസ്തകങ്ങളും കയ്യിലൊതുങ്ങുന്ന ചെറു ഉപകരണങ്ങളിലേക്ക് ചുരുക്കിക്കളഞ്ഞ അത്ഭുതം. ചുരുങ്ങിയ കാലത്തിനിടയിൽ കൊട്ടാരത്തിലും കുടിലിലും സ്ഥാനം പിടിച്ച ഈ ഉപകരണം, പൗരാണിക മനുഷ്യൻ വർഷങ്ങളെടുത്തും കാതങ്ങൾ താണ്ടിയും ഗ്രന്ഥശാലകളിൽ നിന്ന് തേടിപ്പിടിച്ചിരുന്ന വിജ്ഞാനങ്ങൾ വിരൽത്തുമ്പിന്റെ ചലനം കൊണ്ട് നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ കൺമുന്നിലെത്തിക്കുന്ന സെർച്ച് എഞ്ചിനുകൾ, അഞ്ചലോട്ടക്കാരൻ്റെയും ശിപായിയുടെയും കൈകളിൽ നിന്ന് ലഭിച്ചിരുന്ന സന്ദേശങ്ങൾ പഴങ്കഥയായി. ഇന്ന് സെക്കൻഡുകൾ കൊണ്ട് വിവരങ്ങൾ കൈമാറാവുന്ന ഇമെയിലിംഗ്, റിസീവറിന്റെ ഒരറ്റത്തുള്ള ശബ്ദം മാത്രം കേൾക്കാവുന്ന വിരസതയിൽ നിന്ന് വ്യക്തിയെ കണ്ടും കേട്ടുമറിയാവുന്ന വെബ് ചാറ്റിങ്ങുകൾ, വൈദ്യശാസ്ത്രത്തിന് ചികിത്സയുടെ പുതുലോകം സമ്മാനിച്ച ടെലിമെഡിസിൻ, സാമൂഹിക ബന്ധത്തിന്റെ അത്യാധുനിക രൂപഭേദങ്ങളായ സോഷ്യൽ നെറ്റ്വർക്കുകൾ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിക്കുന്ന ബ്ലോഗുകൾ,
ലോകത്തെവിടെയുമുള്ള അനുവാചകനിലേക്ക് തങ്ങളുടെ ആശയം കൈമാറാൻ മാധ്യമങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ എഡിഷനുകൾ, ലോകത്തിന്റെ മുഴുവൻ ഗതിവിഗതികളെയും ഈ എന്ന അക്ഷരത്തുമ്പിലേക്ക് ചുരുക്കി അവതരിപ്പിക്കുന്ന ഈ ലൈബ്രറി, ഈ ടീച്ചിങ്, ഈ ബുക്കിംഗ്, ഈ ഗവേൺസ്, ഈ കൃഷി. സമ്പൂർണ്ണ സാക്ഷരതയിൽ ഇന്ത്യയിൽ ആദ്യമെത്തിയതുപോലെ ഈ സാക്ഷരതയിലും കേരളം ഏറെ മുന്നിലല്ലേ? ചരിത്രാന്വേഷിക്കു മുന്നിൽ ചരിത്രത്തിന്റെ തുറന്ന ജാലകവും, ശാസ്ത്ര കുതികയ്ക്കു മുന്നിൽ ശാസ്ത്രലോകത്തിന്റെ ഗതിയും വിളിച്ചു പറയുന്ന ഈ സംവിധാനത്തോട് ആധുനിക യുവത്വം പ്രതിലോമകരമായി മാത്രം സംവദിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ? സാമൂഹിക ബന്ധങ്ങൾക്കുപയോഗപ്പെടുത്തേണ്ട സോഷ്യൽ നെറ്റ്വർക്കുകളും ചാറ്റ് റൂമുകളും വൈകൃതങ്ങളുടെ സ്വകാര്യതകളായി മാറ്റപ്പെടുകയല്ലേ? വിവര കൈമാറ്റ രംഗത്ത് വേഗതയുടെ പര്യായം സൃഷ്ടിച്ച ഇമെയിൽ വധഭീഷണിക്കും സാമ്പത്തിക തട്ടിപ്പുകൾക്കും ദുരുപയോഗപ്പെടുത്തുന്ന ബിരുദധാരികൾ. നിയമങ്ങളെയും നിയമപാലകരെയും നോക്കുകുത്തിയാക്കി അധാർമികതയ്ക്ക് സ്വകാര്യതയൊരുക്കുന്ന ഇന്റർനെറ്റ് കഫേകൾ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഭൂലോകത്ത് പോസ്റ്റ് ചെയ്യപ്പെടുന്ന വൃത്തികെട്ട എഴുത്തും ശൈലിയും. സുഹൃത്തെ, പഠനത്തിലും വൈജ്ഞാനിക വികാസത്തിലും ഏറെ സഹായിക്കേണ്ട ഇന്റർനെറ്റ് തെറ്റായ ഉപയോഗത്തിലൂടെ വിദ്യാർത്ഥി സമൂഹത്തെ അമിതമായ ഉത്കണ്ഠയിലേക്കും വിഷാദരോഗങ്ങളിലേക്കും രതിവൈകൃതങ്ങളിലേക്കും സാമ്പത്തിക ലൈംഗിക ചൂഷണങ്ങളിലേക്കും സമയത്തിന്റെ വൃഥാവിനിയോഗത്തിലേക്കും പലപ്പോഴും ജീവിത നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്നു എന്നത് എന്തുമാത്രം ദുഃഖകരമാണ്. ലൈംഗിക പ്രസരണമുള്ള ഒരു ഇലക്ട്രോണിക് വസ്തു നിർമ്മിക്കുകയോ കൈമാറുകയോ ചെയ്താൽ 10 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ഈടാക്കാവുന്ന നമ്മുടെ രാജ്യത്ത് പോണോഗ്രഫി സൈറ്റുകളിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് വിനിമയങ്ങൾ നിയമത്തെയും അധികാരികളെയും നോക്കി പല്ലിളിക്കുകയല്ലേ? വികസിതവും വികസ്വരവുമായ രാജ്യങ്ങളിൽ പോലും വൈകൃതങ്ങൾ നിറഞ്ഞ സൈറ്റുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ സാംസ്കാരിക കേരളത്തിന് ആ വഴിക്ക് എന്തുകൊണ്ടാലോചിച്ചുകൂടാ? മൊബൈൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് അനന്ത സാധ്യതകൾ ലോകത്തിനു പകർന്നു നൽകിയ ഈ ചെറു ഉപകരണം ഇന്ന് സാമൂഹിക ഭദ്രതയ്ക്ക് നേരെയുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായിരിക്കുന്നു. വർത്തമാനകാലത്തെ ഏതൊരു കുറ്റകൃത്യങ്ങളിലും നേരിട്ടോ അല്ലാതെയോ ഈ ഉപകരണം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. കോർപ്പറേറ്റ് ഭീമന്മാരും മൊബൈൽ കമ്പനികളും ഒരുമിച്ച് തയ്യാറാക്കുന്ന തിരക്കഥകൾ തിരിച്ചറിയാനാകാതെ SMS ജോക്കുകളിലും കമ്പനി ഓഫറുകളിലും ആധുനിക കൗമാരം ഞെരിഞ്ഞമരുന്നു. അപവാദ പ്രചരണങ്ങളും ഗോസിപ്പുകളും അതിവേഗം കൈമാറാൻ മെസ്സേജുകളെ ദുരുപയോഗിക്കുന്നവർ. ഗൾഫിന്റെ വിയർപ്പും ചോരയുമടങ്ങിയ അധ്വാനഫലം പൊങ്ങച്ചത്തിന്റെ അടയാളങ്ങളാക്കി മാറ്റുന്ന ക്യാമ്പസ്. ആശയ കൈമാറ്റത്തിന്റെ നവീന മാർഗമായ ബ്ലൂടൂത്ത് വൈകൃതം മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്നതിലേക്കെത്തുന്നില്ലേ? മൊബൈൽ ക്യാമറകളും സ്പൈ ക്യാമറകളും വരുത്തുന്ന വിനകളെക്കുറിച്ച് ഇനിയും നാം ബോധവാന്മാരല്ലെങ്കിൽ സെക്സ് റാക്കറ്റുകളുടെ വലയിലെത്തുന്ന പല പെൺകുട്ടികളുടെയും ബന്ധത്തിന്റെ തുടക്കം ഒരു മിസ്ഡ് കോളിൽ നിന്നായി മാറിയിരിക്കുന്നു. സുരക്ഷിതമെന്ന് കരുതുന്നിടങ്ങളിൽ പോലും മൊബൈൽ ക്യാമറകളിലൂടെ സഹോദരികളുടെ സ്വകാര്യതയിലേക്കെത്തി നോക്കുന്ന ദുഷ്ടന്മാർ. സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും മഞ്ഞക്കണ്ണിലൂടെ സെക്സ് റാക്കറ്റുകളിലേക്കും ജീവിത നൈരാശ്യത്തിലേക്കും സഹപാഠികളെ പോലും എത്തിക്കാൻ മടിയില്ലാത്തവരുടെ കയ്യിലുള്ള ചൂണ്ടയായി മൊബൈൽ ഫോൺ മാറുന്നില്ലേ? സ്കൂൾ യൂണിഫോമിൽ ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത 3 സഹോദരിമാരെ മരണത്തിലേക്കെത്തിച്ചതിന്റെ പിന്നിൽ ഈ കൊലയാളിയായിരുന്നില്ലേ? സഹോദര, മൊബൈൽ കമ്പനി നൽകുന്ന ഫ്രീ കോളുകളുടെ സമയം അർദ്ധരാത്രിക്ക് ശേഷം മാത്രമാകുന്നത് എന്തുകൊണ്ട് അധികാരികളുടെ കണ്ണിൽപ്പെടുന്നില്ല? കലാലയങ്ങൾ തോറും നിർബന്ധമാക്കിയ മൊബൈൽ നിരോധനവും എത്തിക്സ് കമ്മിറ്റികളും ഇനിയും കടലാസിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതിയോ? മാഫിയകളിലും റാക്കറ്റുകളിലും നമ്മുടെ ഭാവി തലമുറ അകപ്പെടാതിരിക്കാൻ സുരക്ഷിതത്വത്തിന്റെ കോട്ട കെട്ടേണ്ടത് നമ്മളല്ലേ? സുഹൃത്തെ, നൈമിഷികമായ ഇത്തരം ആനന്ദങ്ങൾ പൊങ്ങച്ചങ്ങളാണ്.
നമ്മുടെ ആരോഗ്യം, സമയം വിലയേറിയതും അർത്ഥവത്താക്കേണ്ടതുമാണെന്ന് തിരിച്ചറിയുക. മീഡിയ ചരിത്രത്തിലും വർത്തമാനത്തിലും സാമൂഹിക ജീർണതകൾക്കെതിരിൽ നിരന്തരം ശബ്ദിച്ചിരുന്ന, അന്ധകാരങ്ങളിൽ വഴിവെളിച്ചം പോലെ ദിശ പകർന്നു നൽകിയ മാധ്യമങ്ങൾ പുതിയ സമൂഹത്തെ വൈകൃതങ്ങളിലേക്കെത്തിക്കുന്നതിൽ പങ്കുവഹിക്കുന്നില്ലെന്ന് പറയാൻ കഴിയുമോ? പിടിച്ചു നിൽക്കാൻ വേണ്ടി ചാനലുകൾ പടച്ചുവിടുന്ന റിയാലിറ്റി ഷോകൾ, റിയാലിറ്റിയായി അവതരിപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് കൗമാരത്തിന്റെ മനസ്സും ജീവിതവുമല്ലേ? വെള്ളിത്തിരയിൽ തിളങ്ങാനായി കുട്ടികളെ വിഡ്ഢിവേഷം കെട്ടിക്കുന്ന രക്ഷിതാക്കളും സ്ഥാപനങ്ങളും, അസ്വസ്ഥതകളും പ്രക്ഷുബ്ധതയും മാത്രം നൽകുന്ന ചാനൽ മത്സരങ്ങൾ, ചാനൽ മത്സരത്തിന്റെ പിരിമുറുക്കത്തിൽ ആത്മഹത്യയിലേക്ക് അഭയം തേടുന്ന വിദ്യാർത്ഥികൾക്ക് രക്തസാക്ഷി പരിവേഷം നൽകുന്ന മാധ്യമങ്ങൾ, സീരിയലുകളും സിനിമകളും ഇത്രയും കാലം ലോകത്തിന് നൽകിയത് മുക്കാൽ പങ്കും അധാർമികതയുടെ സന്ദേശങ്ങളായിരുന്നില്ലേ? പരസ്യത്തിൽ തെളിയുന്നതെല്ലാം സ്റ്റാൻഡേർഡായി കാണുന്ന കൗമാരം, വ്യക്തിയുടെ സ്വകാര്യതയ്ക്കും അഭിമാനത്തിനും ഒട്ടും വില കൽപ്പിക്കാത്ത ലൈവ് ആഭാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾക്കും ജ്യോതിഷത്തിനും പേജുകൾ നീക്കിവെച്ച് കപട ആത്മീയതയ്ക്കെതിരെ മേനി പറയുന്ന ആനുകാലികങ്ങൾ, മൂല്യവത്തായ സാഹിത്യം കൈമാറേണ്ട എഴുത്തുകാരെക്കൊണ്ട് അസാംസ്കാരികതകൾക്ക് പേനയുന്തിക്കുന്ന മാധ്യമ മുതലാളിമാർ, ആൾദൈവങ്ങൾക്ക് ആൾക്കൂട്ടമുണ്ടാക്കാൻ മത്സരിക്കുന്നവർ, പ്രസിദ്ധീകരണങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ സ്ത്രീപീഡന കഥകൾ നോവലാക്കുന്ന മുത്തശ്ശിപ്പത്രങ്ങൾ, സ്പോർട്സ് പേജിലെ ചിത്രങ്ങളിൽ പോലും വൈകൃത സന്ദേശം നൽകാൻ വെമ്പൽ കൊള്ളുന്നവർ, നാട്ടിലെങ്ങും പാട്ടാക്കി കൗമാരത്തിന്റെ സമയവും ജീവിതവും കവർന്നെടുക്കുകയല്ലേ കുത്തകകൾ ചെയ്യുന്നത്? ചെറുകിട മാധ്യമങ്ങളെ മുഴുവൻ വിലയ്ക്കു വാങ്ങി സാമ്രാജ്യത്വത്തിന്റെ അജണ്ട നടപ്പിലാക്കാൻ കൂട്ടുനിൽക്കുന്ന മാർഡോക്കുമാർ പ്രതിനിധീകരിക്കുന്നത് ഷൈലോക്കിയൻ ചിന്താഗതിയെയല്ലേ? തിരിച്ചറിവിന്റെ പാതയന്വേഷിക്കുമ്പോൾ അച്ചടി പുരളുന്നതെല്ലാം യാഥാർത്ഥ്യമാണെന്ന മിഥ്യാധാരണയിൽ അകപ്പെടാതിരിക്കുക. നുരയും പതയും വകഞ്ഞുമാറ്റി വാർത്തകളുടെ വസ്തുതകളിലേക്കിറങ്ങാനുള്ള മനക്കരുത്ത് നേടിയെടുക്കുക. സദാചാരം, മതവും മഹത്തുക്കളും പൈതൃകമായി നമുക്ക് കൈമാറിയ സദാചാരബോധത്തെ സ്വാതന്ത്ര്യത്തിന്റെയും ആധുനികതയുടെയും പൊതിയണിയിച്ച് തുണിയുരിയാനുള്ള ശ്രമം ആർക്കാണ് കണ്ടില്ലെന്ന് നടിക്കാനാവുക? മാറുമറയ്ക്കാൻ നീണ്ട സമരത്തിലൂടെ അവകാശം നേടിയവരുടെ പുതുതലമുറ പ്രദർശനത്തിനായി പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന ദുരവസ്ഥ, മോഡലിംഗിന്റെയും ഫാഷൻ ഡിസൈനിങ്ങിന്റെയും പേരിൽ നാനോ വസ്ത്രരീതിയിലേക്ക് മാറാൻ കൊതിക്കുന്ന ക്യാമ്പസ് കൗമാരങ്ങൾ, നിരോധിക്കപ്പെട്ട ഫാഷൻ ഷോകളും സിനിമാറ്റിക് ഡാൻസുകളുമുണ്ടെങ്കിലേ കലോത്സവങ്ങളും ക്ലബ്ബ് വാർഷികങ്ങളും അർത്ഥപൂർണമാകൂ എന്ന് വിചാരിക്കുന്നവർ, വിവാഹത്തിനു മുമ്പുള്ള ലൈംഗിക ബന്ധത്തിലും ഡേറ്റിംഗിലും സ്വാതന്ത്ര്യവും വ്യക്തിത്വവും കാണുന്നവർ സദാചാര സീമകളെ ലംഘിക്കുകയല്ലേ? ഐപിഎല്ലുകളും IPLകളും ഒരേ ലാഘവത്തിൽ പ്രിയങ്കരമാക്കുന്ന ക്യാമ്പസ്, അമ്മത്തൊട്ടിലുകളും കോണ്ടം മെഷീനുകളും സ്ഥാപിക്കപ്പെടുന്നത് വളർച്ചയായി കാണുന്നവർ, മ്യൂസിക് ഷോകളും ഗാനമേളകളും സൃഷ്ടിക്കുന്ന ലഹരിക്ക് അടിമകളായി മനസ്സും മസ്തിഷ്കവും പണയപ്പെടുത്തുന്നവർ, അഭിനയത്തിലും മോഡലിംഗിലും ഭാവി കണ്ട് ചുവന്ന തെരുവിലെത്തപ്പെടുന്നവർ, ക്യാമ്പസുകളിൽ ആൺപെൺ സൗഹൃദങ്ങൾക്കും പിന്നീട് ദുരന്തങ്ങളിലേക്കും എത്തിക്കുന്നതിൽ നിയന്ത്രണങ്ങളില്ലാത്ത വിനോദയാത്രകൾക്കും ക്യാമ്പസ് കലോത്സവങ്ങൾക്കും പങ്കില്ലെന്ന് മനസ്സിൽ നന്മ ബാക്കിയുള്ളവർക്ക് പറയാനാകുമോ? മദ്യപാനം, മനുഷ്യനെ മൃഗമാക്കുന്ന, അല്ല അതിലും നീചനാക്കുന്ന ക്രൂരതകളുടെ ആദ്യപടിയാകുന്ന, മനസ്സിന്റെ നിയന്ത്രണവും താളവും തെറ്റിക്കുന്ന, തിന്മകൾക്ക് പ്രചോദനമേകുന്ന, ലോകസമ്പത്തിന്റെ ക്രമം തെറ്റിക്കുന്ന പൈശാചികത. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ 20% മാനസിക രോഗങ്ങൾ മദ്യപാനം മൂലമാണ്. ആത്മഹത്യകളിൽ 56%, കുറ്റകൃത്യങ്ങളിലും അപകടങ്ങളിലും 90% മദ്യത്തിന്റെ നേരിട്ടോ അല്ലാതെയോ ഉള്ള സ്വാധീനം മൂലമാണ്. ഇന്ത്യയിലെ മദ്യ ഉപയോഗം തുടങ്ങുന്ന ശരാശരി പ്രായം 13.5 വയസ്സ്. കരളിലെ ക്യാൻസർ, സിറോസിസ്,
അന്നനാളത്തിലെയും ആമാശയത്തിലെയും ക്യാൻസറുകൾ, മഞ്ഞപ്പിത്തം, ഞരമ്പ് രോഗങ്ങൾ തുടങ്ങി മദ്യപാനത്തിന്റെ വിപത്തുകൾ. എന്നിട്ടും ആദിവാസി ഊരുകളിലെ ചെറിയ കുട്ടികൾ മുതൽ ഉന്നത ബിരുദങ്ങൾ തൊപ്പിയിൽ തുന്നിച്ചേർത്തവർ വരെ, മാതൃകയാകേണ്ട അധ്യാപകരും അനുധാവനം ചെയ്യേണ്ട വിദ്യാർത്ഥിയും രോഗങ്ങളെ ചികിത്സിക്കേണ്ട ബിഷഗ്വരന്മാരും വീട്ടമ്മമാരും വരെ ഈ മാനവിക ശത്രുവിന്റെ ഉപാസകരായിത്തീരുന്നു. പഞ്ചനക്ഷത്ര വിരുന്നുകളിൽ തുടങ്ങി നാട്ടിൻപുറത്തെ വിവാഹങ്ങളിൽ വരെ, ക്യാമ്പസ് ടൂറുകളിലും ആഘോഷങ്ങളിലും സൗഹൃദ കൂട്ടായ്മകളിലും തൊഴിൽ സ്ഥലത്തും മദ്യത്തിന് സ്വീകാര്യത ലഭിക്കുന്നു. കേരളം മദ്യ ഉപയോഗത്തിലും ഉപഭോഗത്തിലും നാൾക്കുനാൾ മുന്നിലേക്ക് കുതിക്കുകയും തൽഫലമായി കുടുംബ തകർച്ചകൾ, തൊഴിൽ പ്രശ്നങ്ങൾ, വിഷാദരോഗങ്ങൾ, ആത്മഹത്യകൾ എന്നിവ വർദ്ധിക്കുകയും ചെയ്യുന്നു. പാൻ മസാലകൾ. മരണപ്പൊതിയായി മുന്നിലേക്ക് വരുന്ന ലഹരിപ്പൊതികളിൽ ക്യാമ്പസ് കൗമാരം ജീവിതം തുലയ്ക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കണ്ടുതുടങ്ങിയ പാൻ മസാലകളിലടങ്ങിയ അടയ്ക്ക, പുകയിലപ്പൊടി, ചുണ്ണാമ്പ്, കൊന്നച്ചെടിയിലെ പശ, സുഗന്ധദ്രവ്യങ്ങൾ, ചില്ലുപൊടി തുടങ്ങിയവ വായിലെ ക്യാൻസറിന് കാരണമാകുന്നു. ഇന്ത്യയിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ള 100-ലധികം തരം പാൻ മസാലകൾ ലഭ്യമാണ്. ഈ ബ്രാൻഡുള്ള പാൻ മസാലകളുടെ പാക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പാക്കറ്റിൽ ഇതിനകത്ത് എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉദാഹരണമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബ്രാൻഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അടയ്ക്കയുണ്ട്, പുകയിലയുണ്ട്, പെരുംജീരകം അല്ലെങ്കിൽ കാറ്റച്ചി ഉണ്ട്, സുഗന്ധദ്രവ്യങ്ങളുണ്ട്, ഫ്ലേവറിങ് ഏജൻസ് ഉണ്ട്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞത് കൂടാതെ വളരെ രഹസ്യമായിട്ട് അവർ ഇതിനകത്ത് ആസക്തി ഉണ്ടാക്കുന്ന പല സംഗതികളും ചേർക്കുന്നുണ്ട്. പാൻ മസാല ഉപയോഗിക്കുന്ന വ്യക്തികളിൽ 2-3 വർഷത്തിനുള്ളിൽ തന്നെ ക്യാൻസറിൻ്റെ മുന്നോടിയായ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഒരു 4-5 വർഷം കൊണ്ട് വായിലെ ക്യാൻസറും ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. കേരളത്തിലെ 21% സ്കൂൾ വിദ്യാർത്ഥികളിൽ ഈ ദുശീലം കാണപ്പെടുന്നുണ്ടെന്നുകൂടി റീജിയണൽ ക്യാൻസർ സെന്റർ നടത്തിയ പഠനം തെളിയിക്കുന്നു. കുത്തിവെച്ചും പുകച്ചും ചുണ്ടിനടിയിൽ തിരുകിയും ആധുനിക കൗമാരം ഈ ലഹരിക്കടിമപ്പെടുന്നു. പുകവലി. മറ്റൊരു മാരക വിപത്താണ് പുകവലി. ഉല്ലാസത്തിന്, സമാധാനത്തിന്, സ്റ്റാറ്റസ് സിംബലിന് പല പേരുകളിൽ, പല രൂപങ്ങളിൽ, ഭാവങ്ങളിൽ ലോകത്തെ വിഴുങ്ങുന്ന പുക. നിങ്ങൾക്കറിയാമോ, ലോകത്ത് ഓരോ വർഷവും 35 ലക്ഷം ആളുകൾ പുകവലി കാരണം മരിക്കുന്നു. 9 ലക്ഷം ഇന്ത്യക്കാരും. പുകവലിജന്യ രോഗങ്ങൾ കാരണം ഓരോ 10 സെക്കൻഡിലും ഒരാൾ വീതം മരിക്കുന്നു. 90% ശ്വാസകോശാർബുദങ്ങൾക്കും കാരണം പുകവലിയാണ്. 70% അധരാർബുദങ്ങൾക്കും 50% തൊണ്ടയിലെ ക്യാൻസറിനും കാരണം പുകവലിയാണ്. നിക്കോട്ടിൻ കൂടാതെ 230 മാരകമായ രാസവസ്തുക്കൾ പുകയിലയിലുണ്ട്. ഇന്ത്യയിൽ ഒരു ദിവസം പുകച്ചു കളയുന്നത് 20 കോടി രൂപയാണ്. നഷ്ടം നിങ്ങൾക്കു മാത്രമല്ല, നിങ്ങൾ പുറത്തുവിടുന്ന പുക ശ്വസിച്ച് ഒരു വർഷം ഏകദേശം 1.5 ലക്ഷം പുകവലിക്കാരല്ലാത്ത ഇന്ത്യക്കാർ മരിക്കുന്നു. ഹൃദയാഘാതം, അണ്ണാക്കിലെ ക്യാൻസർ, മൂത്രാശയാർബുദം, ആഗ്നേയഗ്രന്ഥിയിലെ ക്യാൻസർ, പക്ഷാഘാതം, വന്ധ്യത എന്നിവ പുകവലി കാരണമുണ്ടാകും. മരണത്തിന്റെ ചൂളം വിളിക്കാരിൽ നിന്ന് ആധുനിക കൗമാരത്തെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയല്ലേ? സാമ്പത്തികം. അച്ചടക്കത്തിനും ആദരവിനും പകരം അടിച്ചുപൊളിക്കുന്ന ക്യാമ്പസ്. പൊങ്ങച്ചത്തിന്റെയും ദൂർത്തിന്റെയും പര്യായമാകുന്ന വിദ്യാർത്ഥികൾ. കൂടെ പഠിക്കുന്നവന്റെ വേദനയും ദുഃഖവും തിരിച്ചറിയാനാവാത്ത ആധുനിക കൗമാരം. ഉപഭോഗ ജ്വരത്തിൽ സ്വന്തം നിലയും നിലപാടും മറന്ന് ആട്ടം കാണുന്നവർ. കമ്പോള സംസ്കാരം ആഗ്രഹങ്ങൾ വളർത്തിയപ്പോൾ എത്തിപ്പിടിക്കാനുള്ള ചവിട്ടുപടിയായി ചിട്ടിക്കമ്പനികളും ബാങ്കുകളും പ്രത്യക്ഷപ്പെട്ടു. ദുരിതക്കയത്തിൽ നിന്ന് ദരിദ്രനെ ഒരിക്കലും കരകയറ്റാത്ത പലിശാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ. വിദ്യാർത്ഥികളിൽ പോലും ദുരാഗ്രഹം വളർത്തുന്ന ഗവൺമെന്റ് സ്പോൺസേഡ് ലോട്ടറികൾ. ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ വിരളം. സ്ത്രീധനം എന്ന വിപത്തിലൂടെ തകരുന്ന ജീവിതങ്ങൾ. പാവപ്പെട്ടവന്റെ നിണമൂറ്റിക്കുടിക്കുന്ന പലിശാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ
സുസ്ഥിരമല്ലെന്ന് ലോകസമ്പത്തിനെ നിയന്ത്രിക്കുന്നവരുടെ പതനം താക്കീത് നൽകുന്നു. അടിത്തറ ശക്തമല്ലാത്ത വ്യവസ്ഥകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നു. സാമൂഹികം. സ്വന്തം ആദർശങ്ങൾ വാദിച്ചു ജയിക്കുക എന്നതിനു പകരം വധിച്ചു തോൽപ്പിക്കുക എന്ന തത്വവുമായി വരുന്ന തീവ്രവാദികൾ, വർഗീയതയുടെയും മതഭ്രാന്തിന്റെയും പേരിൽ സ്വന്തത്തെയും സഹപാഠികളെയും കൊന്നൊടുക്കുന്നവർ, നന്മയുടെ പാഠങ്ങൾ രചിക്കേണ്ട ക്യാമ്പസുകളെ റിക്രൂട്ടിംഗ് ഏരിയയായി കാണുന്ന ഇരുട്ടിന്റെ ഇഷ്ടക്കാർ, രാഷ്ട്രീയ മേലാളന്മാർക്കൊത്തു തുള്ളുന്നതിൽ സായുജ്യം കണ്ടെത്തുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, അക്രമ രാഷ്ട്രീയത്തിലും കൊലപാതകങ്ങളിലും വിപ്ലവം കാണുന്ന അപക്വ യൗവനം, റാഗിങ്ങിലൂടെ തന്റെ സഹോദരന്റെ അഭിമാനവും അന്തസ്സും കവരുന്നവർ, സാമൂഹ്യ നന്മകളിൽ നിന്നെല്ലാം മാറി നിന്ന് അന്തർമുഖത്വത്തിന്റെയും അനാവശ്യ രംഗത്തെല്ലാം മുന്നിൽ നിന്ന് ഉപരിപ്ലവതയുടെയും മുഖം കാട്ടുന്ന ആധുനിക യുവത്വം, ആധുനികതയുടെ പേരിൽ സാമ്രാജ്യത്വത്തിന്റെ ചട്ടുകങ്ങളായി മാറുന്ന യുവത്വം, സൗന്ദര്യ മത്സരങ്ങളിലും ഫാഷൻ ഷോകളിലും സ്വാതന്ത്ര്യമനുഭവിക്കുന്ന വിദ്യാർത്ഥിനികൾ, പാവപ്പെട്ട രോഗികളെ നിസ്സംഗതയോടെ പിഴിയാൻ കാത്തുനിൽക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ. ആത്മീയ വൈകല്യങ്ങൾ. എന്നും മനുഷ്യൻ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടതും ചൂഷണം ചെയ്യപ്പെട്ടതും അവനിൽ അന്തർലീനമായ ദൈവവിശ്വാസത്തിന്റെ മേഖലയായിരുന്നു. പൂർവിക മനുഷ്യൻ ഇടിമിന്നലിനെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും ആരാധിച്ചിരുന്നുവെങ്കിൽ വൈജ്ഞാനിക രംഗത്തെ അതികായകർ പോലും ഇന്ന് ലൈംഗികാവയവങ്ങളെ മുതൽ നിസ്സാരമായ ജീവികളെ വരെ ആരാധിക്കുന്നു. മഹാത്മാക്കളും പുണ്യപുരുഷന്മാരും പ്രവാചകന്മാരും അവരുടെ കബറിടങ്ങൾ വരെയും ആരാധിക്കപ്പെടുന്നു. സൂഫിസവും ത്വരീക്കത്തും ഇടം കണ്ടെത്തുന്ന ക്യാമ്പസ്, കൾട്ടിസത്തിലകപ്പെട്ട് ഗതി നഷ്ടപ്പെടുന്ന യൗവനം, ഭക്തജനങ്ങൾ അന്ധവിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു. സ്വന്തം മക്കളെപ്പോലും ദൈവപ്രീതിയുടെ പേരിൽ ബലി കഴിക്കപ്പെടുന്നു. ദിഷണയുടെയും ബുദ്ധിവൈഭവത്തിന്റെയും ഉയർന്ന തലത്തിൽ നിൽക്കേണ്ട ക്യാമ്പസുകളിൽ ആൾദൈവങ്ങളുടെ അടയാളങ്ങൾ കടന്നുവരുന്നു. ഫാഷന്റെയും പാരമ്പര്യത്തിന്റെയും പേരു പറഞ്ഞ് കപട ആത്മീയ ലോകങ്ങൾ പെരുകുന്നു. മതനിരാസത്തിനും പ്രക്ഷുബ്ധ യൗവനങ്ങൾക്കും ശേഷം ശാന്തി ആഗ്രഹിച്ച് ആത്മീയതയുടെ പുതുവഴികൾ അന്വേഷിച്ചവർ എത്തിപ്പെട്ടത് കപട ആത്മീയ ലോകത്തിലല്ലേ? സൃഷ്ടികൾക്കും സ്രഷ്ടാവിനുമിടയിൽ മധ്യവർത്തികളായി പുരോഹിതന്മാരും സന്യാസികളും പുണ്യവാളന്മാരും തിരുകിക്കയറിയപ്പോൾ സ്രഷ്ടാവിൽ നിന്നും മനുഷ്യനകന്നു. ഇവിടെ ഒരു തിരിഞ്ഞുനോട്ടത്തിന് തയ്യാറാകുമ്പോഴാണ് ധാർമ്മികതയിലേക്കും സംസ്കാരത്തിലേക്കുമുള്ള തിരിഞ്ഞുനടക്കലിന് നമ്മുടെ മുന്നിൽ വാതായനങ്ങൾ തുറക്കപ്പെടുന്നത്. സുഹൃത്തെ, പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചതോ സാമാന്യവൽക്കരിച്ചതോ അല്ല, പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നു മാത്രം. കണ്ണുള്ളവർ കാണുന്ന, കാതുള്ളവർ കേൾക്കുന്ന, പറയാൻ മടിക്കുന്ന, ഉള്ളു തുറക്കുന്ന ചില കാര്യങ്ങൾ. പരിഹാരം വേണ്ടതില്ലേ? തീർച്ചയായും. മദ്യപാനവും ലഹരി വസ്തുക്കളും പുകവലിയും സൈബർ വൈകൃതങ്ങളും മൊബൈൽ ദുരുപയോഗവും മാധ്യമങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും ആത്മീയ വൈകല്യങ്ങളും സദാചാര ലംഘനവും സാമൂഹിക അസമത്വങ്ങളും പിടിമുറുക്കിയ വർത്തമാന ക്യാമ്പസ് ജീവിതത്തിനുള്ള ആത്യന്തിക പരിഹാരം. ആധുനിക വിദ്യാർത്ഥി സമൂഹത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഈ പ്രശ്നങ്ങളുടെ പരിഹാര ശ്രമങ്ങളിലേക്കെത്തുമ്പോൾ നമുക്ക് മുന്നിൽ ഉയർന്നുവരേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമുക്കു ചുറ്റും താളപ്പൊരുത്തത്തോടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള ആസൂത്രണം ആരുടേതാണ്? ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ലക്ഷണമൊത്ത ഒന്നിൽ നിന്ന് നമുക്ക് രൂപവും ഭാവവും നൽകിയത് ആരാണ്? മനുഷ്യനാവശ്യമായ വായുവും വെള്ളവും ഭക്ഷണവും ഭൂമിയിൽ വ്യാപിപ്പിച്ചതിനു പിന്നിൽ ആരുടെ കരങ്ങൾ? തേനീച്ചയുടെയും ബീവറിന്റെയും കരവിരുതുകൾക്കു പിന്നിൽ ആരുടെ സർഗശക്തിയാണുള്ളത്? ദേശാടനം നടത്തുന്ന പക്ഷികൾക്കും മത്സ്യങ്ങൾക്കും വഴികാട്ടുന്നത് ആര്? ഭൂമിയിലെ ഋതുഭേദങ്ങൾക്ക് നിദാനമായ ചരിവ് സൃഷ്ടിച്ചതും സൂര്യനെയും ഗ്രഹങ്ങളെയും പ്രത്യേകമായ ദൂരത്തിൽ സംവിധാനിച്ച ശക്തിയേത്? ഒരു തുള്ളി വെള്ളമോ ഒരു മൊട്ടു സൂചി പോലുമോ തനിയെ ഉണ്ടാവില്ലെന്ന് നാം തിരിച്ചറിയുന്നുവെങ്കിൽ അതീവ സങ്കീർണമായ ഈ ലോകക്രമത്തിന്റെ പിന്നിൽ ശക്തനും അജയ്യനുമായ ഒരു സ്രഷ്ടാവിന്റെ സാന്നിധ്യം
എങ്ങനെ നാം ദർശിക്കാതിരിക്കും? إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. വിശുദ്ധ ഖുർആൻ ലോകത്തിനു മാർഗദർശനമായി ദൈവം അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം. കുറ്റമറ്റതും പ്രായോഗികവുമായ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ ദർശനം. ചരിത്രത്തിൽ ഭൗതിക ദർശനങ്ങൾ പരാജയപ്പെട്ടത് അവയുടെ അപ്രായോഗികത കൊണ്ടായിരുന്നില്ലേ? ഇവിടെയാണ് അന്ധകാരത്തിലും സർവത്ര അജ്ഞതയിലും കഴിഞ്ഞിരുന്ന സമൂഹത്തെ സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഉജ്ജ്വല പാഠങ്ങളിലേക്ക് കൊണ്ടുവന്ന ഖുർആനിക വചനങ്ങൾ പ്രസക്തമാകുന്നത്. മനുഷ്യന്റെ സമ്പൂർണ്ണ വിപുലീകരണത്തിന് വ്യക്തി, മനസ്സ്, ആത്മാവ് എന്നിവയുടെ സമഗ്രമായ പരിശുദ്ധിയാണ് ആവശ്യമെന്ന് ഖുർആൻ ഉദ്ഘോഷിക്കുന്നു. قد أفلح من زكاها وقد خاب من دساها. തീർച്ചയായും അതിനെ പരിശുദ്ധിപ്പെടുത്തിയവർ വിജയിച്ചു, അതിനെ കളങ്കപ്പെടുത്തിയവർ നിർഭാഗ്യമടയുകയും ചെയ്തു. കൃത്യവും കളങ്കരഹിതവും ദൃഢവുമായ ദൈവവിശ്വാസമാണ് വിമോചനത്തിന്റെ ആധാരമെന്ന് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നു. ഭൗതികവാദം നിരർത്ഥകവും ബഹുദൈവത്വം നന്ദികേടും അന്ധവിശ്വാസം അബദ്ധജടിലവുമാണെന്നും ഏകനും അമരനുമായ സ്രഷ്ടാവിനെ ആരാധിക്കുന്നതിലൂടെ മാത്രമേ ശാശ്വത മോക്ഷം കൈവരിക്കാനാവൂ എന്നും ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നു. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത്. സദാചാരരംഗത്ത് സമൂഹത്തിന്റെ താളാത്മകത നഷ്ടപ്പെടാതിരിക്കാൻ ഇസ്ലാമിക നിർദ്ദേശങ്ങളിലേക്ക് മടങ്ങുക മാത്രമാണ് വഴി. വ്യഭിചാരം ഹീനവും പാപവുമാണെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം ഈ അധർമ്മത്തിലേക്കുള്ള മുഴുവൻ വാതിലുകളും കൊട്ടിയടച്ചു. ولا تقربوا الزنا إنه كان فاحشة وساء سبيلا. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്. നിശ്ചയം അത് നീചവൃത്തിയും മോശമായ മാർഗവുമാണ്. പ്രവാചകൻ പറഞ്ഞു, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്, നാവിന്റെ വ്യഭിചാരം സംസാരമാണ്, മനസ്സ് മോഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നു. പുരുഷനോടും സ്ത്രീയോടും കണ്ണുകൾ താഴ്ത്താനും മരണാനന്തര ലോകത്തെ സ്വർഗീയ ജീവിതം മുൻനിർത്തി വൈകൃതങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും പഠിപ്പിക്കുന്നു. അന്യ സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്കാകരുത് എന്ന നിഷ്കർഷയിലൂടെ അധാർമികതകൾക്കുള്ള മുഴുവൻ സാഹചര്യവും ഇല്ലാതാക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. സ്ത്രീ നഗ്നത മറച്ച് അവളുടെ ചാരിത്ര്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണമെന്നും മതം നിർദ്ദേശിക്കുന്നു. പ്രേമവും സ്നേഹവും വിവാഹത്തിന് ശേഷം മാത്രമെന്ന് നിർദ്ദേശിക്കുന്ന മതത്തിന്റെ അനുയായികൾക്കെങ്ങനെ ലവ് ജിഹാദിലേക്കെത്താൻ കഴിയും? മാധ്യമങ്ങളും സൈബർ ലോകവും സൃഷ്ടിക്കുന്ന അധർമ്മങ്ങൾക്കെതിരെ പ്രതിരോധക്കോട്ട തീർക്കാൻ മതത്തിന് മാത്രമല്ലേ കഴിയൂ? ലഹരി നിഷിദ്ധവും പാപവുമാണെന്നും മനുഷ്യന് അതൊരിക്കലും നന്മ നൽകുന്നില്ലെന്നും മതം പഠിപ്പിക്കുന്നു. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. പിശാചുദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനും അല്ലാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ? മരണത്തോടെ അവസാനിക്കൂല.
ഇവിടെ വെച്ച എല്ലാ അനുഗ്രഹങ്ങളും സ്വാധീനങ്ങളും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവിൻ്റെതാണ്. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നവൻ അവൻ്റെ ഇഷ്ടവും അനിഷ്ടവും അറിഞ്ഞ് ജീവിക്കണം, അവൻ്റെ നിയമങ്ങൾ പാലിക്കണം. മദ്യപിക്കുന്ന ഒരുത്തൻ ദൈവത്തിൻ്റെ തൃപ്തിയില്ലാത്തവനാണ്, അവൻ പിശാചിൻ്റെ വഴിയിലാണ്, അവൻ നരകത്തിലാണ്, അവൻ ഒരു കാലത്തും പരലോകത്തെ ശാശ്വതമായ സ്വർഗ വിജയം സാധിക്കാത്ത 5 ആളുകളിൽ ഒരാൾ മുദ്മിനുൽ ഖംറാണ്, മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ മദ്യപാനത്തിൻ്റെ സമ്പൂർണമായ മോചനം വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിലേ പറ്റൂ. പ്രവാചകൻ പറഞ്ഞു, ലഹരിയുണ്ടാക്കുന്നതെല്ലാം മദ്യമാണ്. മദ്യം നിഷിദ്ധവും. കൂടിയ അളവിൽ ലഹരിയുണ്ടാക്കുന്നതെല്ലാം കുറഞ്ഞ അളവിലും നിഷിദ്ധമാണ്. മദ്യം ഒരു ഔൺസ് വെച്ച് ദിവസം കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ് എന്നുപോലും പറഞ്ഞു നടക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരിക്കലും ആരോഗ്യത്തിന് വേണ്ടി ഒരു തുള്ളി മദ്യം പോലും കഴിക്കാൻ ഒരാളോട് നമ്മൾ പറയാൻ പാടില്ല. സാമ്പത്തിക രംഗത്ത് നീതിപൂർവകവും പ്രായോഗികവുമായ പരിഹാരമാണ് മതം നൽകുന്നത്. പലിശ നിഷിദ്ധവും ദാനധർമ്മങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണെന്നും ഇസ്ലാം വരച്ചു കാട്ടുന്നു. പ്രവാചകൻ പറഞ്ഞു, പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും സാക്ഷി നിൽക്കുന്നവനെയും അതിൻ്റെ കണക്കെഴുതുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഉപകരണ സംഗീതം മനുഷ്യനെ മത്തുപിടിപ്പിക്കുമെന്നും തിന്മയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂവെന്നും പിശാചിന്റെ ശബ്ദം ഉപേക്ഷിക്കണമെന്നും ഇസ്ലാം തുറന്നു പറയുന്നു. മനുഷ്യന്റെ മനസ്സും ഹൃദയവും കാണുകയും അറിയുകയും ചെയ്യുന്ന രക്ഷിതാവുണ്ട് എന്ന ദൃഢബോധ്യത്തിനു മുന്നിൽ എങ്ങനെ സ്വകാര്യമായി തിന്മകളിൽ ലയിക്കാൻ അവന് കഴിയും? നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടവും മനസ്സിൽ ഒളിപ്പിക്കുന്നതും അവൻ അറിയുന്നു. അന്യായമായി ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്യുന്നതിന് തുല്യമാണെന്ന് പറയുന്ന ഖുർആനിന്റെ അനുയായികൾക്കെങ്ങനെ ചാവേറുകളായി മാറാനും തീവ്രവാദത്തിന്റെയും സ്ഫോടനങ്ങളുടെയും വക്താക്കളാകാനും സാധിക്കും? അയൽവാസിയെ ജാതിമത വ്യത്യാസമില്ലാതെ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ തന്റെ സ്വർഗപ്രവേശനം ഉറപ്പാക്കാനാവൂ എന്ന് ബോധ്യമുള്ളവർക്കെങ്ങനെ വർഗീയവാദിയാകാൻ കഴിയും? ഉപരിപ്ലവതയെയും പൊങ്ങച്ചത്തെയും ദൂർത്തിനെയും നിരാകരിക്കുന്ന, ജീവിതത്തെ ഗൗരവമായും കാര്യക്ഷമമായും സമീപിക്കുന്ന ഇസ്ലാം മരണമെന്ന യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയണമെന്നുണർത്തുന്നു. പഠനത്തിന്റെയും പരീക്ഷകളുടെയും ആഹ്ലാദങ്ങളുടെയും തിരക്കിനിടയിൽ സമയത്തിന്റെ സൂചി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മെയും കൊണ്ട് ജീവിതത്തിന്റെ അന്ത്യത്തിലേക്കല്ലേ? ബിരുദവും ജോലിയും സ്റ്റാറ്റസുമുള്ള ആയിരങ്ങൾ വാഹനാപകടങ്ങളിൽ, ദുരന്തങ്ങളിൽ, മാരക രോഗങ്ങളാൽ പൊടുന്നനെ നമുക്കിടയിൽ നിന്ന് മറഞ്ഞു പോകുന്നു. സഹോദര, ഇത് എന്നെങ്കിലും നമ്മെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ടോ? മരണത്തിനു ശേഷം ജീവിതമുണ്ട്, ശിക്ഷയും രക്ഷയുമുണ്ട്. ആ അനശ്വര ലോകത്ത് നന്മ ലഭിക്കുവാനാകട്ടെ സുഹൃത്തെ നമ്മുടെ ജീവിതവീഥിയിലെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങൾ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമah ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് وما الحياة الدنيا إلا متاع الغرور. ഓരോ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. അന്ന് ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തോ അവൻ വിജയിച്ചു.